ഓസ്നേട്ടാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈഡൻ എക്സ്പീരിയൻസിലേക്ക് തിരിച്ച് മനുഷ്യൻ കടക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമാണെന്ന് ഓസ്നേട്ടൻ പഠിപ്പിച്ചു. അത് ഒന്നുകൂടെ വിവരിക്കാമോ, ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാമോ ഫ്രം ദ ബൈബിൾ? തീർച്ചയായിട്ടും അത് ചെയ്യാം നമുക്ക്. ഞാൻ പറഞ്ഞു നിർത്തിയത് ദൈവത്തിൻ്റെ സ്നേഹത്തെ, കാൽവരിയിൽ കർത്താവ് പ്രദർശിപ്പിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുക. നാം പാപികളായിരിക്കെ തന്നെ, ക്രിസ്തു നാം പാപികളായിരിക്കെ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം നമുക്ക് തന്നോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി. അത് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുക. പിന്നെ ഒരു വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യം ഒന്ന് വായിച്ചട്ടെ. റോമൻസ് 10. യേശുവിനെ കർത്താവ് എന്ന വായ്കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ നമ്മളോർക്കത് വളരെ സിമ്പിളാണ്, എന്നാൽ അതിന് ഒത്തിരി ആഴമായ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ വാഗൊണ്ട് നമ്മൾ ഏറ്റു പറയണം, യേശുവിനെ കർത്താവെന്ന്, ഹീസ് മൈ ലോഡ്, ഈസ് ലോഡ് എന്ന് ഏറ്റു പറയുകയും ദൈവം എന്നെ മരിച്ചവരുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത ഉയർപ്പിച്ചു എന്ന്. അപ്പം നമ്മുടെ നീതീകരണത്തിനായിട്ടാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നത്. റോമാലേഖനം, ഗലാത്യലേഖനം എല്ലാം പഠിക്കുമ്പോൾ നമുക്കത് അറിയാം. നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എൻ്റെ നീതിക്ക് വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് സൂചിപ്പിച്ചായിരുന്നു, നമ്മുടെ നീതിയല്ല ദൈവത്തിൻ്റെ നീതി. അപ്പോൾ ആ നീതിയിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ നീതിയല്ല ദൈവത്തിൻ്റെ നീതിയിലേക്ക് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. അപ്പോൾ ഹൃദയം എന്നുള്ളതൊരു വലിയൊരു സബ്ജക്റ്റാണ്. അതും ഞാൻ വേറൊരു ക്ലാസ്സിൽ അത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കയറാം. അത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വാഗൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനങ്ങളെല്ലാം കിടക്കുന്നതും നമ്മുടെ ജനസിസിൽ തന്നെയാണ്. അപ്പോൾ ദൈവം നമുക്ക് വചനം വായിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് കൊടുത്ത ഫസ്റ്റ് കൽപ്പന നമ്മൾ വായിച്ചത് ഓർക്കുന്നുണ്ടോ? ജനസിസ് 1:26 ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നെല്ലാം നമ്മൾ വായിക്കുന്നു. Genesis 1:28. Then God blessed them and God said to them, be fruitful and multiply, fill the earth and subdue it. Okay. Have dominion over the fish of the sea, over the birds of the air, and over every living thing that moves on the earth. See, be fruitful and multiply. നിങ്ങൾ സന്താനപുഷ്ടമുള്ളവരെ പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനടക്കി വാഴുവിൻ. അപ്പോൾ ഒരു ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈയിൽ സന്താനപുഷ്ടമുള്ളവരെ പെരുകുന്നൊരു അനുഭവമുണ്ട്, അടക്കി വാഴുന്നൊരു അനുഭവമുണ്ട്. ഓക്കെ, അപ്പോൾ ദൈവം വചനം നമുക്ക് വായിൽ തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ഫോർ അവർ അതോറിറ്റി. നമ്മൾ സംസാരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം. ഓക്കെ, ഹൃദയത്തിലുള്ളതാണത് ഫ്രൂട്ട്ഫുള്ളിലേക്ക് വരേണ്ടത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വചനത്തിൽ നിന്ന് ഞാൻ സംസാരിക്കാം. അപ്പോൾ പ്രോവർബ്സിലെ വാക്യം നമുക്കറിയാവുന്നതാണ്, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ തന്നിരിക്കുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. പ്ലസ് ദ പവർ ഓഫ് ദ വേർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് റിയലായിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അത് ഓർമ്മിച്ചിട്ടുണ്ട്, നമുക്ക് ഏത് സാഹചര്യത്തെയും നമുക്ക് വി ക്യാൻ ഓവർകം വിത്ത് ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. അപ്പോൾ അത് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ട്, വചനം ഇല്ലാത്തവർ പോലും നമ്മൾ നാട്ടിൽ കേട്ടിട്ടില്ല, പോസിറ്റീവ് തിങ്കിങ്. ഐ എം നോട്ട് സപ്പോർട്ടിങ് ദാറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം അപ്പം നമുക്ക് വചനം അറിയാവുന്നവർക്ക് ഇഫ് യു പ്രൊക്ലെയിം ദ വേർഡ് ഇറ്റ് ഹാസ് മോർ പവർ. മനസ്സിലായില്ലേ? അപ്പോൾ വാഗൊണ്ട് നമ്മൾ പറയുമ്പോഴാണ് അധികാരം തന്നിരിക്കുന്നു. അപ്പോൾ ദൈവം നമുക്കിതെല്ലാം അധികാരം തന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു സംശയം ചോദിച്ചാൽ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ പലരും ഒത്തിരി കാര്യങ്ങൾ ഞാൻ സംസാരിച്ചായിരുന്നു. എന്നാൽ നമ്മളിന്ന് പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഹവ്വ അത് തിന്നത് കൊണ്ടാണ് പറ്റിയത്, ആദം അവിടെ ഇല്ലായിരുന്നു. പക്ഷെ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം ആദമിൻ്റെ കൂടെ ഹവ്വയും ഉണ്ടായിരുന്നു. അല്ലേ? ആ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ജനസിസ് 3:5-6 ആ വാക്യങ്ങൾ കിടക്കുന്നത്. For God knows that in the day you eat of it, your eyes will be opened, and you will be like God, knowing good and evil. So when the woman saw that the tree was good for food, that it was pleasant to the eyes,
and a tree desirable to make one wise. She took of its fruit and ate. She also gave to her husband with her, and he ate. അപ്പോൾ മലയാളത്തിൽ ആ വാക്യം ഹസ്ബൻഡ് അവിടെ കൂടെ ഉണ്ടായിരുന്നു പറയുന്നില്ല, ആദം കൂടെ ഉണ്ടായിരുന്നു with her. വിത്ത് ഹർ. അപ്പോൾ ഹൗവ കണ്ട ആ ഒരു കാര്യം അത് മലയാളത്തിലൊന്ന് വായിക്കാമോ? 3:5 വാക്യം. ഇത് തിന്വാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം, അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, തിന്മാൻ നല്ലത്, കാണുവാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം, ഇത് തന്നെയാണ് മനുഷ്യന് ഇന്ന് ഫേസ് ചെയ്യുന്ന പാപത്തിൻ്റെ 3 അവസ്ഥകൾ: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നെല്ലാം യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും പ്രവൃത്തികളും ഈ ഒരു 3 കാറ്റഗറിയിലേക്ക് വരും: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നന്മതിന്മയിലേക്കുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നപ്പോഴേക്കും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് നന്മയും തിന്മയും തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വീണ കാര്യം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സെൽഫ് റൈച്ചസ്നെസ്സിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പുതിയ നിയമത്തിൽ നിന്നെല്ലാം പഠിപ്പിക്കാം. ഓക്കെ. എന്നാൽ ഇപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോഴേക്കും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാവുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴേക്കും ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒരാൾക്ക് കടന്നു വരാൻ സാധിക്കും. നമ്മൾ രക്ഷിക്കപ്പെടും. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്, നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഒരാൾ കർത്താവിനോട് ചേരുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതെല്ലാം പുതിയ നിയമത്തിൽ പത്രോസ് അപ്പോസ്തല പ്രവൃത്തിയിലെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴേക്കും പത്രോസ് പറയുന്നുണ്ട്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അനേക കാര്യങ്ങളുണ്ട്. അപ്പോൾ ചോദ്യത്തിൽ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, യെസ്, യു നീഡ് ടു നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. കാൽവരിയിൽ കർത്താവിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുക. അത് ഇന്നും അങ്ങനെ നിൽക്കുക. ഹീസ് ഡെമോൺസ്ട്രേറ്റ് ഹിസ് ലവ് ഈവൻ വൈൽ വി ആർ എറ്റ് സിന്നേഴ്സ്. നമ്മൾ പാപികളായിരിക്കെ തന്നെ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി. യോഹന്നാന്റെ ലേഖനത്തിലെല്ലാം പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. He loved us first. അപ്പോൾ ആ സ്നേഹം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ആൾക്കാർ ചിന്തിക്കും, കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു, സോ വാട്ട്, ഇതെന്തിനു വേണ്ടി? അപ്പോൾ അത് എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്നത്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് കർത്താവ് മരിച്ചതെന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കാൻ പോകുന്നതും ഈ ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരുന്നതും. അപ്പോഴാണ് കർത്താവെ, യെസ്, ഹീസ് യു ആർ മൈ ലോഡ് എന്നുള്ള ഈ പറഞ്ഞ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക്, അനുഭവത്തിലേക്ക് ഒരാൾ മടങ്ങി വരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കർത്താവ് യേശുക്രിസ്തു മരിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണോ? ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയാണ് മരിച്ചത്. പക്ഷെ അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണത് അത് വർക്ക് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അത് വിശ്വസിക്കുമ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കർത്താവ് എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചതുകൊണ്ട് ഞാനും എൻ്റെ പാപത്തിന് വേണ്ടി മരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പകരം വേറെ ആളത് അനുഭവിച്ചു. അത് വിശ്വസിക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത്, അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നത്. ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ പറയാറുണ്ട്, നമ്മളിപ്പോൾ ലോട്ടറി ടിക്കറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട് ലോട്ടറി ടിക്കറ്റുകൾ. ഇപ്പോൾ നാട്ടിലിപ്പോൾ 10 കോടി അല്ലെങ്കിൽ 50 കോടിയുടെ ഒരു ഓണ ബമ്പർ നമ്മൾ വിചാരിക്കാം. ഞാനെടുത്ത ഒരു ടിക്കറ്റിന്, ഇത് ലോട്ടറി എടുക്കാൻ വേണ്ടി പറയുന്നില്ല, ഒരു ഉദാഹരണം പറയുന്നതാണ്. ഇപ്പോൾ ഞാനെടുത്ത ടിക്കറ്റിന് 50 കോടി വിന്നിങ് നമ്പറാണെന്ന് വിചാരിക്കാം. അങ്ങനെ എൻ്റെ കയ്യിലപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത നമ്പറിനാണ് വിൻ ചെയ്തിരിക്കുന്നത്. നമ്മളത് ആ ടിക്കറ്റ് കൊണ്ട് നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ലോട്ടറി ഓഫീസിൽ നമ്മളത് ക്ലെയിം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പ്രതിഫലത്തിൻ്റെ ആ തുക നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കർത്താവ് മരിച്ച ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയാണ്. പക്ഷേ അത് ആര് വിശ്വസിക്കുന്ന ആർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? കർത്താവ് അപ്പോൾ ഇന്ന് വന്ന് ഇതൊരു മതമായി മനുഷ്യർ മാറ്റിയത് കൊണ്ട് ആൾക്കാർ ചിന്തിക്കുന്നത് ഇറ്റ് ഈസ് ഫോർ ക്രിസ്ത്യാനിറ്റി. നോ,
കർത്താവ് സകല മാനവജാതിക്കും വേണ്ടി, മനുഷ്യർക്കും വേണ്ടിയാണ് മരിച്ചത്. അത് ആര് വിശ്വസിക്കുന്നു അവർക്കാണത് അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റുന്നത്. അവരാണ് ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കരുതുന്നത്. ഓക്കെ, അപ്പോൾ യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറയുകയും ദൈവനെ മരിച്ചവരെ ഇടയിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ അതാണ് ഏദനിലേക്ക് തിരിച്ച് കയറാനുള്ള, ഇല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക്, പ്രസൻസിലേക്ക് കയറുവാനുള്ള ദ ഫസ്റ്റ് തിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു പഴം കഴിച്ചത് മാത്രമല്ല പാപം, അതിൻ്റെ പുറകിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് ഇന്ന് മാനവരാശി മുഴുവനും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് നന്മയും തിന്മയും തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് മാനവരാശി മുഴുവൻ വീണു. ഓക്കെ, തിരിച്ച് യു നീഡ് ടു കം ബാക്ക് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗാഡ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിക്കാറുണ്ട്. അതായത് നമുക്ക് ഇന്ത്യയുടെ കൾച്ചറല്ല നമുക്ക് വേണ്ടത്, നമുക്ക് അമേരിക്കയുടെ കൾച്ചറല്ല വേണ്ടത്, നമുക്ക് ഏഷ്യൻ കൾച്ചറല്ല വേണ്ടത്, നമുക്ക് ബിബ്ലിക്കൽ കൾച്ചറാണ് വേണ്ടത്. ദൈവത്തിനൊരു കൾച്ചറുണ്ട്. ഓക്കെ, അതിലേക്ക് ആണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. അപ്പം അവിടെ ആ ഒരു വൺസിലേക്കും ദൈവസന്നിധിയിലേക്കും ദൈവരാജ്യത്തിലേക്കും ദൈവത്തിൻ്റെ പ്രസൻസിലേക്കും ഒരുവൻ പ്രവേശിക്കാൻ സാധിക്കുന്നത്. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ് റൈറ്റ്. Yes, definitely. Thank you so much. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഹൃദയം എന്നുള്ള വിഷയവും ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുള്ള വിഷയവും റൈച്ചസ്നെസ്സിലേക്കും നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുക്കാം. Okay. Thank you.